നമസ്കാരം. നമുക്കെല്ലാവർക്കും പാമ്പുകളെ പേടിയാണ്. പാമ്പ് കടിയേറ്റ് ആളുകൾ മരിക്കുന്നതുമൊക്കെ തന്നെ ഇപ്പോഴും സർവ്വസാധാരണമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പക്ഷേ ഈ ലോകത്ത് പാമ്പുകൾക്ക് മാത്രമായി ഒരു ദ്വീപുണ്ട്. ഈ ദ്വീപിനെ പാമ്പുകളുടെ ദ്വീപ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഇവിടെ ആളുകൾ ആരും തന്നെ ഈ ദ്വീപിലേക്ക് പ്രവേശിക്കാറില്ല. അതിലുപരി ആരെയും അങ്ങോട്ട് പ്രവേശിക്കാൻ സർക്കാർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ബ്രസീലിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇൽഹാഡ കൊമാഡ ഗ്രാൻഡെ എന്ന ശരിക്കും പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു പേരാണ് ഈ ദ്വീപിനുള്ളത്. വലിയൊരു പാറക്കൂട്ടത്തിൻ്റെ ഉള്ളിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മുഴുവൻ പാമ്പുകളാണ്. അണലി മാത്രം ഏതാണ്ട് 4000-ഓളം വരുമെന്നാണ് ഏകദേശ കണക്ക്. സാധാരണ ഗവേഷകരല്ലാതെ, അതും സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രം കടന്നു വരുന്ന ഗവേഷകർക്കല്ലാതെ ആർക്കും ഈ ദ്വീപിലേക്ക് പ്രവേശനവുമില്ല. ഇവിടുത്തെ പാമ്പുകളുടെ എണ്ണം പക്ഷേ ഇപ്പോഴും കുറഞ്ഞു വരികയാണ് എന്നുള്ളതാണ് കണക്ക്. ആവാസ വ്യവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളും അതുപോലെ എത്ര വിലക്കുണ്ടെങ്കിലും അതീവ രഹസ്യമായി ഇവിടെ നിന്ന് പാമ്പുകളെ കടത്തുന്നവരുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. സർക്കാരിൻ്റെ കണ്ണ് വെട്ടിച്ചായിരിക്കാം ഒരുപക്ഷെ അവർ ഇത് ചെയ്യുന്നത്. ഇവിടുന്ന് ലഭിക്കുന്ന ഒരു പാമ്പിന് $30,000 വരെ കള്ളക്കടത്തുകാർ വിലയിട്ടിരുന്നു എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എത്രത്തോളം പേർക്ക് അതിന് സാധിച്ചു എന്ന് ഇനിയും വ്യക്തമല്ല. മറ്റൊരു പ്രശ്നം, ഇവിടെയുള്ള പാമ്പുകൾക്ക് അവർക്ക് കഴിക്കാനൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. പല പാമ്പുകളും ഇവിടേക്ക് എത്തുന്ന ദേശാടന പക്ഷികളെ പിടിച്ചു തിന്നാറുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ദേശാടന പക്ഷികളുടെ എണ്ണവും പൊതുവെ കുറവാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. ഇവിടെയുള്ള പാമ്പുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവ കടിച്ചാൽ നിമിഷങ്ങൾക്ക് തന്നെ ആളുകൾ മരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അത്രത്തോളം വിഷമുള്ള, അതായത് സാധാരണ പാമ്പുകൾ ഉള്ളതിനേക്കാൾ 5 ഇരട്ടിയോളം വിഷം കൂടുതലാണ് ഇവിടെയുള്ള പല ഈ അണലികൾക്കും എന്നാണ് പറയപ്പെടുന്നത്. എവിടെ തിരിഞ്ഞാലും അവിടെ എല്ലാം തന്നെ പാമ്പുകളാണ്. എത്രയോ ഇനങ്ങളിൽപ്പെട്ട ആയിരക്കണക്കിന് പാമ്പുകളാണ് ഇവിടെ ഉള്ളത്. മരങ്ങളിലൊക്കെ തന്നെ ഈ പാമ്പുകൾ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഒരു സർക്കാരിൻ്റെ ലൈറ്റ് ഹൗസ് ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ആൾ വേണമെന്നില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇതിനെന്തെങ്കിലും അറ്റകുറ്റപ്പണി ആവശ്യമായി വരുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇവിടേക്ക് അയക്കാറുണ്ട്. പക്ഷേ അവർ വെറുതെ അല്ല വരുന്നത്, വലിയൊരു സംഘത്തെയും കൂട്ടിയായിരിക്കും എത്തുന്നത്. ഡോക്ടർമാർ, നഴ്സുമാർ തുടങ്ങി ആരോഗ്യ മേഖലയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിഭാഗങ്ങളെയും ഒപ്പം പാമ്പ് കടിയേറ്റാൽ അടിയന്തരമായി നൽകേണ്ട ആൻറ്റിവെനം ഉൾപ്പെടെയുള്ള ചികിത്സാ സംവിധാനങ്ങളും എല്ലാമായിട്ടാണ് അവർ ഇവിടേക്ക് എത്തുന്നത്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും പാമ്പ് കടിക്കാമെന്നും ഡോക്ടർ കൂടെ ഇല്ലെങ്കിൽ മരണം സംഭവിക്കാം എന്നും ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ ഇത്തരത്തിൽ വലിയ സന്നാഹങ്ങളുമായി ഇവിടേക്ക് എത്തുന്നത്. സർക്കാരാകട്ടെ ഇവിടുത്തെ പാമ്പുകളുടെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെ കർശനമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പാമ്പുകളെ സംരക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഗവേഷകരെ മാത്രം ഇവിടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാറുള്ളത്. അവർ തന്നെ സർക്കാരിൽ വളരെ കൃത്യമായി എന്ത് ലക്ഷ്യമാണ് തങ്ങൾക്കുള്ളത്, തങ്ങളുടെ ഗവേഷണം സംബന്ധിച്ച മുഴുവൻ വിശദാംശങ്ങളും വെളിപ്പെടുത്തിയാൽ മാത്രമേ അവരെ ഇവിടത്തേക്ക് സർക്കാർ പോകാൻ അനുവദിക്കുകയുള്ളൂ. മാത്രവുമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവിധ മെഡിക്കൽ സംവിധാനങ്ങളോടും കൂടി മാത്രമേ അങ്ങോട്ട് പോകാനും അനുവാദമുള്ളൂ. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ പിന്നെ വേറെ വഴിയില്ല എന്നുള്ളതാണ് സത്യം. ഏതായാലും ഇവിടേക്ക് ഔദ്യോഗികമായ പ്രവേശനം നിഷേധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരും ഇവിടേക്ക് പോകാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഇവിടുന്ന് അപകട മരണങ്ങളോ ഒന്നും തന്നെ ഇനിയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഇപ്പോഴും ഒരു ടൂറിസ്റ്റ് ആകർഷണമാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ബ്രസീലിലെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമൊക്കെ തന്നെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഈ ദ്വീപിനെക്കുറിച്ചും പറയാറുണ്ട്. പക്ഷേ അവിടെ ആർക്കും പ്രവേശനമില്ല എന്നുള്ള കാര്യം പ്രത്യേകം ബ്രസീൽ സർക്കാർ ഊന്നി പറയാറുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ പലരും അതിസാഹസികമായി ഈ വിലക്കുള്ള പല ദ്വീപുകളിലേക്കും കടന്നു കയറി പ്രശ്നമുണ്ടാക്കുന്നത്. കുറേ നാൾ മുമ്പ് ആൻഡമാൻ നിക്കോബാറിലെ മനുഷ്യർക്ക് പ്രവേശനമില്ലാത്ത ഒരു ദ്വീപിലേക്ക് ഒരു വിദേശി കടന്നു ചെയ്യുന്നതും പിന്നീട് അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുമൊക്കെ തന്നെ നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ ഇവിടേക്ക് നുഴഞ്ഞുകയറ്റുകാരുണ്ടാകാം, പക്ഷേ അപകട സംഭവങ്ങളൊന്നും തന്നെ നടന്നതായി ഇനിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഏതായാലും ബ്രസീലിൻ്റെ ടൂറിസ്റ്റ് മാപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോഴും ഈ ഒരു ദ്വീപ്. പക്ഷേ അവിടെ ആർക്കും പ്രവേശിക്കാൻ കഴിയുകയില്ല. ബ്രസീലിൽ പോകുന്ന ഇന്ത്യക്കാരായ യാത്രക്കാർക്കും വേണമെങ്കിൽ ഇതേക്കുറിച്ച് മനസ്സിലാക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വീഡിയോകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. പക്ഷേ നമുക്കൊരിക്കലും അവിടേക്ക് കടന്നു ചെല്ലാൻ കഴിയുകയില്ല. ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ 2-3 പേര് ചേർന്നാണ് ടൂറിസ്റ്റുകളാണ് പോകുന്നതെങ്കിൽ ഏതാണ്ട് മരണം ഉറപ്പാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത്രത്തോളം ഉഗ്രവിഷമുള്ള ആയിരക്കണക്കിന് പാമ്പുകളാണ് ഇവിടെ ഉള്ളത്.